ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഫിലിപ്പി ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3-ാം അധ്യായം നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഓരോ ദിവസവും ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം ആ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പഠിക്കുവാനും അത് ഹൃദയത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുവാനും ദൈവത്തിന് കൃപ തോന്നിയല്ലോ. ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി സ്തുതിക്കാം. 3-ാം അധ്യായം 1-ാം വാക്യം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പാകുന്നു. 3-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇവിടെ പൗലോസ് പറഞ്ഞു തുടങ്ങിയാണ് ഒടുവിൽ എന്ന് തുടങ്ങുന്നത് ഫൈനലി. പക്ഷെ പൗലോസ് ഇവിടെ ഒരു കത്ത് എഴുതി അവസാനിപ്പിക്കൽ നമുക്കറിയാം. ഒരു അധ്യായം കൂടെ ഉണ്ട്. ഗ്രീക്കിൽ ഒടുവിൽ എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത് ശേഷം അല്ലെങ്കിൽ കൂടാതെ എന്നർത്ഥം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പുതിയൊരു വിഷയത്തിലേക്ക് കടങ്ങുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ച ക്രിസ്തുവിന്റെ താഴ്മ അല്ലെ, ക്രിസ്തുവിന്റെ മനസ്സുള്ള മറ്റു 2 പേരെ കാണിച്ചു. അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളതായിരിക്കണം. അവിടെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചില ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. അപ്പൊ ഇനി വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് 4-8 ഈ വാക്ക് തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ സഹോദരന്മാരെ. അപ്പൊ ഞാൻ കാര്യം പറയാൻ പോയ ശേഷം ഞാൻ പറയുകയാണ്. അവിടെ പറയുന്ന സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയൊക്കെ സംസാരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നു ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ. എൻ്റെ പൗലോസിന്റെ ആ ഒരു സ്നേഹത്തോടു കൂടിയ സംബോധനയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒടുവിൽ സഹോദരന്മാരെ എന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ. പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ട ഫിലിപ്പി സഭയോടാണ് സംസാരിക്കുന്നത്. 4-1 നമുക്ക് കാണുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയ സഭ അല്ലെ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ പൗലോസിന്റെ സന്തോഷവും കിരീടവുമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടരോടാണ് അല്ലെ ഒരു കൂട്ടം വിശ്വാസികളോടാണ് അല്ലെങ്കിൽ സഹോദരങ്ങളോടാണ് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പറയുന്നത് എന്താ? എൻ്റെ സഹോദരന്മാരെ. പൗലോസിന് പിന്നെയും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, കർത്താവിൽ സന്തോഷിപ്പിൻ. അപ്പം റിജോയ്സ് ഇൻ ദ ലോർഡ്. നമുക്ക് ഫിലിപ്പി ലേഖനത്തിന്റെ മുഖ്യ വിഷയം തന്നെ സന്തോഷിപ്പിൻ എന്ന അല്ലേ. അവിടെ നമുക്കറിയാം പൗലോസ് എവിടെയാണ് കിടക്കുന്നത്? തടവറയിൽ കിടന്നുകൊണ്ട് 2 കൈയിലും ചങ്ങലകളെ ബന്ധപ്പെട്ടവനായി അല്ലെങ്കിൽ കാലിലും ചങ്ങലകളെ ബന്ധപ്പെട്ടവനായി പടയാളികളുടെ നടുകിൽ ഇരുന്നുകൊണ്ട് പൗലോസ് പറയാണ് സന്തോഷിപ്പിൻ. അങ്ങനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ആ കർത്താവുള്ള സന്തോഷമാണ്. ഇവിടുന്ന് കർത്താവിൽ സന്തോഷിപ്പിൻ 16 പ്രാവശ്യമാണ് ഫിലിപ്പി ലേഖനത്തില് സന്തോഷിപ്പിൻ എന്ന് പറയുന്നത്. ഇവിടെ കർത്താവിൽ സന്തോഷിപ്പിൻ. അപ്പൊ കർത്താവിൽ എന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്തോഷം സാഹചര്യങ്ങളിലല്ല, ആളുകളിലല്ല, വസ്തുക്കളിലല്ല. സന്തോഷം എവിടെയാണ്? കർത്താവിലാണ്. അപ്പം സന്തോഷത്തിന്റെ ഉറവിടം കർത്താവാണ്. ഇവിടെ സന്തോഷിപ്പീൻ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷിന്റെ ജോയ് എന്ന അർത്ഥമാണ്. റിജോയ്സ്. നമുക്ക് മലയാളത്തിൽ ഹാപ്പിനെസ് എന്ന് പറയാം. പക്ഷെ മലയാളത്തിൽ ഈ ഹാപ്പിനെസ്സിനും ജോയ്ക്കും ഒരേ വാക്ക് മാത്രമേ ഉള്ളൂ, സന്തോഷമെന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് ജോയ് അല്ലെങ്കിൽ റിജോയ്സ് എന്ന പദമാണ്. അപ്പം ജോയ് എന്നാൽ അഗാധമായ ആഴമായ സ്നേഹത്തിൽ നിന്നുള്ള ഒരു സന്തോഷത്തെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ സുഖം, ആനന്ദം. എൻ്റെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ മാറുമ്പം എൻ്റെ സന്തോഷം മാറും. ആ ഒരു ടെമ്പററി ആയിട്ടുള്ള സന്തോഷത്തെയാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. ജോയ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്ഥിരമായതാണ്. ഇപ്പം ഫിലിപ്പിയർ 4:4 നമുക്ക് കാണുവാൻ കഴിയും കർത്താവിൽ സന്തോഷിപ്പേൻ. അപ്പൊ ആ സന്തോഷിപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കേണ്ട, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പൻ. അപ്പം എന്ത് പറയുന്നത്? നമ്മൾ പറയും ഉയർച്ചയിലും താഴ്ചയിലും സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും സൗഖ്യത്തിലും എല്ലാം നാം സന്തോഷിക്കണം. നമ്മൾ സൗഖ്യത്തിൽ സന്തോഷിക്കും, ഉയർച്ചയിൽ സന്തോഷിക്കും അല്ലേ, അങ്ങനെയൊക്കെ സന്തോഷിക്കും. പക്ഷെ ആ താഴ്ചയിലും
ദുഃഖത്തിലുമൊക്കെ നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം. 24 മണിക്കൂറും 24/7 നമുക്ക് സന്തോഷിക്കാം. 365 ദിവസവും സന്തോഷിക്കണം. നമ്മൾ 16-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, അവൻ്റെ വലതുഭാഗത്ത് നിന്നും സന്തോഷ സമൃദ്ധിയുണ്ട് അല്ലേ. കർത്താവിൻ്റെ സന്തോഷ സമൃദ്ധിയുണ്ട് ദൈവസന്നിധിയിൽ. എപ്പോഴും സന്തോഷത്തിന്റെ പരിപൂർണതയാണ്. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്കും ആ സന്തോഷ പരിപൂർണത അനുഭവിപ്പാനായിട്ട് കാണും. നമ്മൾ യോഹന്നാൻ സുവിശേഷം 15:11 ഇങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ എന്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? കർത്താവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പൊ എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പം. അപ്പം നിങ്ങൾ എന്നിൽ വസിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. അപ്പൊ ഈ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിൽ വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന സന്തോഷമാണ്. കർത്താവിൽ ഇരിക്കുന്നത് മൂലമുള്ള സന്തോഷമാണ്. കർത്താവിലുള്ള സന്തോഷമാണ്. നമ്മൾ അതൊരു സ്പിരിച്വൽ ജോയിയാണ്. അത് ദൈവം, ദൈവ സാന്നിധ്യം, രക്ഷ, ദൈവവചന ഉപദേശങ്ങൾ എന്നിവയിലുള്ള ആ ഒരു സന്തോഷമാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. പക്ഷേ നമ്മൾ ഇപ്പം ലോകത്തിലുള്ള ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഒരു പരീക്ഷയിൽ വിജയിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് കുറച്ച് നേരത്തേക്കുള്ള സന്തോഷമല്ല, അത് എന്നും നിലനിൽക്കുന്ന സന്തോഷമല്ല. പക്ഷെ ദൈവത്തിലുള്ള സന്തോഷം എന്നേക്കും നിലനിൽക്കുന്നത്. അത് സാഹചര്യങ്ങളിലല്ല അല്ലേ, അത് നമ്മളുടെ ഓരോ അച്ചീവ്മെൻറ്റിലല്ല ഉള്ള സന്തോഷം, അത് എപ്പോഴും നിലനിൽക്കുന്ന, അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷമാണ്. അപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരാളെ കാണുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ എല്ലാം അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോകും. പക്ഷെ ദൈവത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷമാണ്. നമ്മൾ പുതിയ നിയമത്തിൽ തന്നെയല്ല, പഴയ നിയമത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. നമ്മൾ സങ്കീർത്തനം 4-ാം അധ്യായം 4 നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ ദാവീദിന്റെ 1-ാമത്തെ വാക്യം എന്ന് പറയാം. സങ്കീർത്തനം 4 അതിന്റെ സങ്കീർത്തനം, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. അപ്പൊ ഞെരുക്കത്തിലിരുന്ന് കൊണ്ടുള്ളൊരു ഒരു അവസ്ഥയിലാണ് ദാവീദ് കടന്നു പോകുന്നത്. അവിടുന്ന് പറയാം, എനിക്ക് വിശാല വരുത്തി എന്നോട് കൃപ തോന്നണമേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു 6 വാക്യം കൂടെ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അവസാനം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പൊ സങ്കീർത്തനം ഒരു 7 വാക്യം എഴുതിയതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വന്നില്ല, ഞെരുക്കത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ എന്തു പറയുന്നത്, ആ പ്രാർത്ഥിച്ചപ്പോൾ ആ ഹൃദയത്തിൽ ദൈവം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ധാന്യവും ബീജും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം. അപ്പം മറ്റുള്ളവർക്ക് ആ സമ്പത്ത് വർദ്ധിക്കുമ്പോഴും കാര്യങ്ങൾ മാറുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷത്തിൽ അധികമായി എൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായി. ആ സന്തോഷത്തെക്കുറിച്ചാണ് കർത്താവിലെ സന്തോഷം എന്ന് പറയുന്നത്. പൗലോസിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, തടവറയിലായിരിക്കുന്നു, പക്ഷെ സന്തോഷിക്കുന്ന പൗലോസ്. അതുമാത്രമല്ല, പൗലോസ് മാത്രമല്ല, പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചങ്ങലയുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസിനെയാണ് കാണുന്നതല്ലേ. ദൈവിക സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന വിശുദ്ധന്മാരെ നമുക്ക് കാണാമായിരിക്കും. അപ്പം ആ ട്രൂ ജോയ് എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല, ലോകത്തിലെ ഒന്നിലുമല്ല, ലോകത്തിലെ മനുഷ്യരിലും ഒന്നല്ല, ദൈവത്തിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് യഥാർത്ഥമായ സന്തോഷം എന്നുള്ളത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, റിജോയ്സ് ഇൻ ദ ലോഡ്. ആ ലോഡ് എന്നുള്ള കാര്യം മറക്കരുത്. കർത്താവിൽ സന്തോഷിപ്പൻ. കർത്താവിൽ മാത്രമേ സന്തോഷം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം ക്ഷണികമാണ്. അതിന് അധികം വെള്ളത്തിലെ കുമിള പോലെ പോകുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്ന അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. മുമ്പ് തന്നെ അവരോട് സന്തോഷിപ്പാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവരുടെ കൂടെ ഇരിക്കുമ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്ന അതേ കാര്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് വീണ്ടും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല. താൻ അത് വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ കാരണം, വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ സന്തോഷം ആവശ്യമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ സന്തോഷം ആവശ്യമാണ്. ഒരു നല്ല അധ്യാപകനെ പോലെ പൗലോസ് വീണ്ടും വീണ്ടും പറയുക. ഒരു നല്ല അധ്യാപകൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് പോലെ
ഞാനും ചില സമയത്തുണ്ടല്ലോ, ഈ ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പറയത്തില്ലേ, ആ ഒരു വിശേഷപ്പെട്ട കാര്യങ്ങളെ പിന്നെയും പറയുന്നത് പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ പല പ്രാവശ്യം പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, പക്ഷെ അതല്ല, വീണ്ടും പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പം അത് നിങ്ങൾക്ക് ഉറപ്പാകുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വമാണ്. ഫോർ യു ഇറ്റ് ഈസ് സേഫ് ഗാർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഒരു വേലിയായി അല്ലെ ഒരു കാവലായി, അപകടത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണമായി അത് നിങ്ങളെ കാക്കും. കാരണം എപ്പോഴും സന്തോഷിപ്പിന് ആ കാര്യം തന്നെ എനിക്ക് വീണ്ടും പറയുന്നതിൽ എനിക്ക് മടുപ്പൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങളെ കാക്കും, ആ സന്തോഷം നിങ്ങൾക്ക് കാവലായി, ക്രിസ്തുവിലുള്ള സന്തോഷം നിങ്ങൾക്ക് കാവലായി, നിങ്ങൾക്ക് അപകടത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണമായി എപ്പോഴും നിലനിൽക്കും. നമുക്ക് 3:2 നമുക്ക് കാണും എന്തുവാ വരാൻ പോകുന്നതെന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. 3:2 പറയുന്നുണ്ട്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അതാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഉപദേഷ്ടാക്കന്മാരിൽ നിന്നുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വേലികെട്ടി സൂക്ഷിക്കുക. ക്രിസ്തുവിന്റെ സന്തോഷം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ വേലികെട്ടി സൂക്ഷിക്കുക. അപ്പൊ അവിടെ ഉപദേഷ്ടാക്കന്മാര്, പ്രത്യേകിച്ച് ജുഡൈസേഴ്സ്, അവിടെ പറയുന്നു പരിച്ഛേദന വേണം, നിയമം വേണം എന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു കൂട്ടർ നുഴഞ്ഞു വന്നു കഴിക്കുന്നു, യഹൂദവാദികൾ. അവര് പറയുന്നുണ്ട് രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു മാത്രം പോരാ, അതിൻ്റെ കൂടെ വേണം പരിച്ഛേദനയും ന്യായപ്രമാണവും എല്ലാം വേണമെന്ന് അവരെ പഠിപ്പിക്കുക. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുകയാണേ, നിങ്ങൾ സൂക്ഷിപ്പേൻ, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങളുടെ ഹൃദയത്തെ തന്നെ സൂക്ഷിക്കുക. കർത്താവിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മെ അലട്ടുകയില്ല, അതിലേക്ക് നാം മറിഞ്ഞു പോവുകയില്ല. നമ്മൾ ഗലാത്യലേഖനം പറഞ്ഞു, ക്രിസ്തുവിന്റെ കൃപയാ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലെ മറിയുന്നുണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ വന്നു കയറിയാൽ അവരുടെ കണ്ണരസമാകുമാർ വാക്കുകളൊക്കെ കേട്ട് പെട്ടെന്ന് തെറ്റിപ്പോകാൻ, പെട്ടെന്ന് മറിഞ്ഞു പോകുവാനുള്ള ആ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു 3 കാര്യങ്ങൾ. സന്തോഷിപ്പിൻ ഒരു കൽപ്പനയാണ്, വെറും ഒരു ഉപദേശമല്ല. അവിടെ സാഹചര്യങ്ങൾ നോക്കാതെ കർത്താവിൽ സന്തോഷിപ്പാൻ നാം തീരുമാനമെടുക്കണം. കൽപ്പന എന്തിനുള്ളതാണ്? അനുസരിക്കാനുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലെ കേൾക്കുന്നത് അനുസരിക്കുന്നത് പോലെ തന്നെ കൽപ്പന അനുസരിക്കാനുള്ളതാണ്, വെറും ഉപദേശം മാത്രമല്ല. സന്തോഷിപ്പിനെന്ന് പറയുന്നത് അനുസരിക്കാനുള്ളതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, ആവർത്തിക്കുന്നത് ആത്മീക സുരക്ഷയാണ്. അടിസ്ഥാന സത്യങ്ങൾ വീണ്ടും കേൾക്കുന്നത് അത് ബോറല്ല, അത് നമ്മെ പിശാചിന്റെ കള്ളത്തരത്തിൽ നിന്നും വിടുവിക്കാനുള്ള വേലിയായി നമുക്ക് കാത്തു പരിപാലിക്കുന്നു. കാരണം നമുക്കറിയാം, റോഡിലൊക്കെ ഇറങ്ങരുതെന്ന് കുഞ്ഞുങ്ങളോട് അമ്മമാർ എത്ര പ്രാവശ്യം പറയും, വീണ്ടും വീണ്ടും പറയും അല്ലേ? എന്തുകൊണ്ടാ അത്? ആ റോഡിലൂടെ വാഹനങ്ങളും മറ്റുള്ള ആൾക്കാരും ഒക്കെ പോകുമ്പോൾ അതിനുള്ളൊരു സുരക്ഷയാണ്. അമ്മമാർക്ക് വട്ടൊന്നും ഉണ്ടായിട്ടല്ല അവർ പറയുന്നത്, മക്കളെ സൂക്ഷിക്കുന്നു. നമ്മളിപ്പോഴും നമ്മുടെ വലിയ മക്കളോടും പറഞ്ഞിട്ട് പറയും, എവിടെയെങ്കിലും പോകുമ്പോൾ മക്കളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആ വഴിയിൽ പതിയിരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ആവർത്തിക്കുന്ന ഒരു ആത്മീക സുരക്ഷയാണ്. അതുപോലെ തന്നെ സന്തോഷം ഒരു ആയുധമാണ്, അത് ഹൃദയത്തിന്റെ കാവലാണ്. നമുക്കറിയാം, ഫിലിപ്പിലേഖനം 4:6-7 അത് തന്നെയാണ് പറയുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സമർപ്പിക്കുകയാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സൂക്ഷിക്കുക. അപ്പം ആ ദൈവ സമാധാനവും സന്തോഷവും ഹൃദയങ്ങളെ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ നമ്മെ തെറ്റിച്ചു കളയുന്ന എല്ലാത്തിൽ നിന്നും രക്ഷിപ്പാൻ ക്രിസ്തുവുള്ള സന്തോഷം നമ്മളെ കാവലാക്കും, നമ്മെ സൂക്ഷിക്കും, സാത്താന്റെ ചതിയിൽ നിന്നും രക്ഷിക്കും. പൗലോസ് പറയാം, ശത്രു വരും. 3:2 പറയുന്നു,
അത് 3 പ്രാവശ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂക്ഷിപ്പീൻ 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 എന്ന്. അപ്പൊ ശത്രു വരുന്നുണ്ട്. നിങ്ങളെ സൂക്ഷിക്കുക. നിങ്ങൾ കർത്താവിലെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ കാവലായി സൂക്ഷിക്കുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെ പൗലോസ് പറയാം, എനിക്കിത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നതിൽ എനിക്കിതൊന്നും അടുപ്പൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു, അത് നിങ്ങളുടെ സുരക്ഷയാകുന്നു, നിങ്ങൾക്ക് അറിയാം. വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മൾ എബ്രായ ലേഖനം 2:1 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അല്ലേ? വല്ലപ്പോഴും പോകാതിരിപ്പാൻ, വല്ലപ്പോഴും ഒഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പണ്ട് വല്ലപ്പോഴും ആയിരുന്നു, ഇപ്പൊ എപ്പോഴും ഒഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കുക, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക ആവശ്യമായിരിക്കുന്നു. എപ്പോഴും എപ്പോഴും ഒരു കാര്യം തന്നെ പറയുന്നത് കേൾക്കുന്നത് ചിലവർക്ക് ബോറാ. പക്ഷെ അത് ദൈവവചനം അനുസരിക്കുന്നവർക്കും ദൈവവചനം വെളിപ്പെട്ട് കിട്ടിയവർക്കും അത് ഒരു ബോറുമല്ല. അടിസ്ഥാന സത്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ബോറല്ല, അത് ഹൃദയത്തിന് സുരക്ഷയാണ്. നമ്മുടെ ചുറ്റും ഉള്ള അല്ലെ ലോകത്തിൽ നിന്ന് നമ്മൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മോട് വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. 2-ാമത്തെ വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. 3 പ്രാവശ്യമാണ് ഇവിടെ സൂക്ഷിപ്പിൻ സൂക്ഷിപ്പിൻ സൂക്ഷിപ്പിൻ. പൗലോസിനെ അങ്ങ് ഒറ്റ പ്രാവശ്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നല്ലോ. നായ്ക്കളെയും ആകാത്ത വേലക്കാരെയും വിച്ഛേദനക്കാരെയും ഒക്കെ സൂക്ഷിപ്പിൻ. വീണ്ടും വീണ്ടും പൗലോസ് പറയുക, നിങ്ങളെ സൂക്ഷിപ്പീൻ. ഒരേ ആളുകളെ കുറിച്ച് 3 വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് സാധാരണ എല്ലാവരും മിക്ക വേദപഠിതാക്കളും പറയുന്നത്. ഇത് ജുഡൈസേഴ്സിനെ, യഹൂദ മതാനുസാരികളെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസികളെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടിമപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന യഹൂദ മതവാദികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. അവരെ വിളിക്കുന്നത് നായ്ക്കളെ സൂക്ഷിപ്പേൻ, ബിവെയർ ഓഫ് ഡോഗ്സ്. നമ്മൾ നാട്ടിലൊക്കെ ഗേറ്റിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിപ്പേൻ. എന്തുകൊണ്ടാ പറയുന്നേ? കടിക്കുമല്ലേ. അപ്പം ഇവിടെ നായ്ക്കളെ എന്ന് പറയുവാനായിട്ട് കാരണം യഹൂദന്മാർ ജാതികളെ വിളിച്ചിരുന്ന പേര് നായ്ക്കളെന്നായിരുന്നു. മത്തായി 15:26 നമുക്ക് കാണുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു കനാന്യ സ്ത്രീയോട് ആ വേർഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അന്നത്തെ കാലത്ത് യഹൂദന്മാർ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവർ കരുതിയിരുന്നു. അതുപോലെ തന്നെ ജാതികളെ അവര് ആ ഒരു നായ്ക്കളോട് അല്ലെ അശുദ്ധർ അല്ല ദൈവത്തിൽ നിന്ന് അകന്നവർ എന്ന രീതിയിലാണ് നായ്ക്കൾ എന്ന പദം എന്ന് അവർ വിളിച്ചിരുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവരോട് തിരിച്ചടിക്കുകയാണ്, നിങ്ങളാണ് നായ്ക്കൾ എന്നുള്ള കാര്യം. അപ്പം അതൊരു വലിയൊരു സ്ട്രോങ് ഭാഷയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ക്രിസ്തുവിന്റെ കൃപയെ നിരസിച്ച് ന്യായപ്രമാണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരെയാണ് നായ്ക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വചനത്തിൽ കാണുവാൻ കഴിയും, നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഛർദിക്ക് തിരിഞ്ഞ് അല്ലെ, ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്ന, പണ്ട് കളഞ്ഞവയെ വീണ്ടും അതിനെ തിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് അയക്കുന്നവരെ. പണ്ട് ഈ യഹൂദ മതാനുസാരികളൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്ന ന്യായപ്രമാണം വിശ്വസിച്ചവർ, അവരിത് കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അതെല്ലാം കളഞ്ഞവരാ. പക്ഷെ ഇതെല്ലാം അവർ വീണ്ടും എടുത്തുകൊണ്ടാണ് വരുന്നത്. അതാണ് നായ്ക്കളുടെ സ്വഭാവം അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നായ്ക്കളുടെ സ്വഭാവം തെരുവിൽ അലയുന്നവർ അല്ലേ, സത്യം കടിച്ചു കീറി കളയുന്നവർ, സഭയ്ക്കുള്ളിൽ കയറി വിശ്വാസികളെ തെറ്റിക്കാനായിട്ട് അല്ലെ കടിച്ചു കീറുവാനായിട്ട്, സ്ട്രോങ് ഭാഷ അവിടെ പറയുന്നത്. നായ്ക്കളുടെ സ്വഭാവം മുഴുവൻ ഇവരെ കാണിക്കുന്നുണ്ട്. ഗലാത്യയിലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നുഴഞ്ഞു കയറിയ കള്ള സഹോദരന്മാര്. അപ്പം പുറത്തു നിന്നുള്ളവരല്ല, ഇവര് സഭയ്ക്കകത്ത് കടന്ന് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവര് പതുങ്ങിക്കിടന്ന് ഇരുന്നിട്ട് മറ്റുള്ളവരെ അവരുടെ ആ ഒരു ന്യായവാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു. പുറമേ ക്രിസ്ത്യാനികളെന്ന് പറയുമെങ്കിലും ക്രിസ്തുവിന്റെ സ്വഭാവമോ ഒന്നും അവരിലില്ല. അപ്പം ഇവര് പറയുന്ന യേശുവിൽ വിശ്വസിച്ചാൽ പോരാ, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണം, അതുപോലെ തന്നെ പരിച്ഛേദന കഴിക്കണം എന്ന് ഒക്കെ പറഞ്ഞ് അവരെ ജാതികളെ വീണ്ടും ആ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് തിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വലിയൊരു സ്ട്രോങ് ആയിട്ട് ഭാഷ പൗലോസ് പറയുന്നത്, നായ്ക്കളെ സൂക്ഷിപ്പേൻ. ഇനി ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൽ, ഈവിൽ വർക്കേഴ്സ്,
തിന്മ ചെയ്യുന്ന വേലക്കാർ. യഥാർത്ഥ വിശ്വാസികളെന്ന് പറഞ്ഞ് സഭയിൽ കടന്ന് അവരെ കണ്ടാൽ ദൈവ വേലക്കാർ എന്ന് തന്നെ തന്നെ വിളിക്കും. അതുപോലെ പിന്നെ നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലും കാണുവാനായിട്ട് കഴിയുന്ന കള്ള അപ്പോസ്തലന്മാർ നായ്ക്കളുടെ വേഷം ധരിക്കല്ലേ. ആ കള്ള അപ്പോസ്തലന്മാർ വെളിച്ചത്തിന്റെ ശുശ്രൂഷക്കാരുടെ വേഷം, വെളിച്ചദൂതന്മാരുടെ വേഷം ധരിക്കുന്നവരത്ര എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നവരൊക്കെ അവിടെ പറയുന്നുണ്ടല്ലേ. അങ്ങനെയുള്ളവർ കള്ള ഉപദേഷ്ടാക്കന്മാർ, അവർ ദുഷ്പ്രവർത്തിക്കാരാണ്. അവരെ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്നും മറ്റുള്ളവരെ തിരിച്ച് കൊണ്ടുപോകുന്നവരാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ മായം കലക്കുന്നവരാണ്. യേശു പ്ലസ് പരിച്ഛേദന എന്ന് പ്രസംഗിക്കുന്നവർ. യേശുവിലെ വിശ്വാസം മാത്രമല്ല മറ്റുള്ളതും വേണമെന്ന് പറയുന്നവർ. ഗലാത്യലേഖനം 1 പറയുന്നുണ്ട്, ഇവർ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം വിരോധമായി വേറൊരു സുവിശേഷം നിങ്ങളോട് ആരറിയിച്ചാലും അവർ ശപിക്കപ്പെട്ടവർ. ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തുനിന്ന് വേറൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം അല്ലാതെ വേറൊരു സുവിശേഷമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം ഇതെല്ലാം പൗലോസ് ഇങ്ങനെ സൂക്ഷിപ്പാൻ പറയുന്നത് എന്താ കാര്യം? നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. കാരണം ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും പാപത്തിലേക്ക് വീഴുകയും നിത്യനരകത്തിന് അവകാശികളായി തീരുകയും ചെയ്യുന്നു. അത് ചെയ്യരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്. ഇനി വിച്ഛേദനക്കാർ, ഫോൾസ് സർക്കംസിഷൻ, ബിവെയർ ഓഫ് മ്യൂട്ടിലേഷൻ, അംഗഛേദക്കാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ആ പരിച്ഛേദനയെ സംബന്ധിച്ചുള്ള അവരുടെ മനോഭാവത്തെ പൗലോസ് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവുള്ള വിശ്വാസം മാത്രമല്ല പരിച്ഛേദനയും കൂടെ വേണമെന്ന് അവർ പറയുന്നു. അപ്പോൾ അവരൊരിക്കലും ഈ പരിച്ഛേദന അനുവർത്തിച്ചവർ ആയിരുന്നെങ്കിലും അവരെ ആ ആത്മീകമായ ഒരു അർത്ഥം അതിനകത്ത് കൈക്കൊണ്ടില്ല. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, ഇത് പരിച്ഛേദന എന്ന് പറയുന്നത് വെറും അംഗച്ഛേദം മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിന് ഒരിക്കലും മാനസാന്തരം വന്നിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഗലാത്യലേഖനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യമാക്കി, പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും ഈ അടിമനുഖത്തിലേക്ക് കടന്നു പോകുന്ന എന്തിനെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 5:2 വായിക്കാം ഗലാത്യലേഖനം. നിങ്ങൾ പരിച്ഛേദനയേറ്റ ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടു പോയി കൃപയിൽ നിന്നും വീണുപോയി. അപ്പൊ ന്യായപ്രമാണം അനുസരിക്കുന്നവര് പണ്ട് ന്യായപ്രമാണം അനുസരിച്ച് ക്രിസ്തുവിലേക്ക് വന്നു. വീണ്ടും ആ ന്യായപ്രമാണത്തിന്റെ അടിമയിലാകുമ്പോൾ അവരെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി കൃപയിൽ നിന്ന് വീണുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം പഴയ നിയമത്തിലെ പരിച്ഛേദന എന്ന് പറഞ്ഞത് ദൈവം അബ്രഹാമിന് കൊടുത്തതായിരുന്നു അല്ലേ. അത് പുറമേയുള്ള അടയാളം മാത്രമായിരുന്നില്ല, അകമേയുള്ള ഒരു വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് അവിടെ പരിച്ഛേദന കൊടുത്തിരുന്നത്. പൗലോസ് പറയാ, ഇപ്പൊ നിങ്ങൾക്ക് അകമേ ഒരു വിശ്വാസവുമില്ല, നിങ്ങളുടെ ശരീരം വെറുതെ മുറിക്കലും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വിച്ഛേദനക്കാർ എന്ന് പറയുന്നത്. അവർ പരിച്ഛേദനയെ പ്രോത്സാഹിക്കുമ്പോൾ തന്നെ ആ ശരീരത്തെ കടിഞ്ഞാണിട്ട്, അല്ലെ തങ്ങളുടെ ജഡത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാനായിട്ട് അവര് എന്താ പറയുന്നത്, മെനക്കെടുന്നില്ല. അതിൽ അവർ കാര്യം കാണുന്നില്ല. അവരാ പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയും മറ്റുള്ളവരെ അത് ചെയ്യുവാനായിട്ട് ശീലിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് അകമേ ഒരു രൂപാന്തരം വന്നിരുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ ജഡത്തിന് ക്രൂശിൽ നമ്മൾ മരിപ്പിക്കണം അല്ലെ. ക്രൂശിലെ നമ്മുടെ ജഡത്തെ ഓരോ ദിവസവും മരിപ്പിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ റോമാലേഖനം 6:6 എങ്ങനെയാ പറയുന്നത്, പാപജഡത്തിന് അധികം അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരെ നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ എന്നും ക്രൂശിപ്പിക്കുന്ന അവസ്ഥയിലായിട്ട് ജീവിക്കണം. പക്ഷെ അവർക്ക് അങ്ങനെയൊരു ആഗ്രഹമില്ല. അവരാ പുറത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അകത്ത് അവർക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പൗലോസ് 3:3 പറയുന്നുണ്ട്, നാം ആണ് യഥാർത്ഥ പരിച്ഛേദനക്കാരെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ പരിച്ഛേദന എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റവർ എന്ന അർത്ഥമാണ് അവിടെ പറയുന്നത്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത്, സുവിശേഷത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്ന എല്ലാവരെയും സൂക്ഷിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ,
അങ്ങനെ അവരത് യേശു പ്ലസ് എന്തെങ്കിലും എന്ന് പറയുന്ന എല്ലാവരെയും സൂക്ഷിക്കുക. അത് നമുക്ക് ഇന്നും അത് തന്നെയാണ്. നമ്മളോട് ഓരോ ദിവസവും നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. നമുക്കറിയാം എല്ലാ സമയത്തും ഇങ്ങനെ ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ നുഴഞ്ഞു കയറി മറ്റുള്ളവരെ വിശ്വാസം മറിച്ചു കളയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളിപ്പോൾ ഓരോ നാളും അത് കാണുവാനും കഴിയുന്നുണ്ടല്ലേ. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് യേശു മാത്രമല്ല മറ്റെന്തൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ രക്ഷയുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്നവർ, അതിൻ്റെ പുറകെ പോകുന്നവർ അനേകരാണ്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്, നിങ്ങൾ സൂക്ഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. ആ കർത്താവിലെ സന്തോഷം നിങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും. 3:3 നമുക്ക് പോകാം. 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നാമല്ലോ യഹൂദന്മാരോ ജാതികളോ എന്ന് വ്യത്യാസമില്ലാതെ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കുറിച്ചാണ് പറയുന്നത്. നാമല്ലോ, പൗലോസ് തന്നെയും കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. നാമല്ലോ പരിച്ഛേദനക്കാർ. യഹൂദന്മാർ തങ്ങളെ തന്നെ പറഞ്ഞിരുന്ന പരിച്ഛേദനക്കാർ എന്ന് അവർ പുകഴ്ത്തിയിരുന്നു. അവിടെ പറയുന്നു, അവർ യഥാർത്ഥ പരിച്ഛേദനക്കാരല്ല, നാം ആണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. അബ്രഹാമിലൂടെ ദൈവം ഇസ്രയേൽ ജനതയ്ക്ക് കൊടുത്തിരുന്ന ഒരു കവനന്റ് സൈൻ അല്ലെങ്കിൽ ഉടമ്പടി ആയിരുന്നു പരിച്ഛേദന എന്നുള്ളത്. അപ്പൊ അന്ന് പരിച്ഛേദന ഏൽക്കുക എന്ന് പറഞ്ഞാല് അവര് ആ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ, മറ്റവരിൽ നിന്ന് ജാതികളിൽ നിന്നും അകന്നവരെ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്. അവർ മറ്റു ജാതികളിൽ നിന്നും അവർക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിലൊക്കെ പറഞ്ഞത് അവര് ക്രിസ്തു ഇല്ലാത്തവര്, ന്യായപ്രമാണം ഇല്ലാത്തവരെന്നൊക്കെ പറഞ്ഞു അല്ലേ, പ്രത്യാശ ഇല്ലാത്തവർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ജനം ആയിരുന്നു പരിച്ഛേദന ഏൽക്കുന്നവർ. അപ്പം അവര് ദൈവത്തിന്റെ സ്വന്തം ജനം. ഒരു പൈതൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ എന്നായിരുന്നു. 8-ാം നാളിലാണ് യഹൂദന്മാർ കുഞ്ഞുങ്ങളെ പരിച്ഛേദന ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പൈതൽ എന്നായിരുന്നു അവരവർ പരിച്ഛേദന ഏൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്ക് റോമാലേഖനം 4-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഒരു ഉടമ്പടി ആയിരുന്നു എങ്കിലും അത് പുറമേയുള്ള പരിച്ഛേദന കൊടുത്തിരുന്നെങ്കിൽ അകമേയുള്ള വിശ്വാസത്തിന്റെ ഒരു അടയാളമായിട്ടായിരുന്നു പുറമേ പരിച്ഛേദന കൊടുത്തത് എന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിലെ കുറച്ച് വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. 4:3 തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം പ്രവൃത്തി ചെയ്തതല്ല, അവിടെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഇനി 9-ാമത്തെ വാക്യം, ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രജന്മത്തിനു കൂടിയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അബ്രഹാമിന്റെ വിശ്വാസമാണ് നീതിയായി കണക്കിട്ടത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ അത്രയും. അപ്പം അബ്രഹാമിന്റെ വിശ്വാസം നീതിയെ കണക്കിട്ടത് പരിച്ഛേദനയിലാണോ അഗ്രചർമ്മത്തിലാണോ? അഗ്രചർമ്മത്തിലാണ്. കാരണം അഗ്രചർമ്മത്തിൽ വിശ്വാസം ഉണ്ടായതാണ് അത് പരിച്ഛേദന എന്ന അടയാളം കൊടുക്കുവാനായിട്ട് കാരണമായത്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ ബാക്കി വായിക്കുന്നില്ല. അപ്പോൾ അവിടെ പൗലോസ് പറഞ്ഞ എപ്പോഴിപ്പം പൗലോസ് തന്നെയാണ് പറയുന്നത്. അപ്പം അബ്രഹാമിന് പരിച്ഛേദന ഏറ്റപ്പോഴല്ല, അബ്രഹാമിനെ വിശ്വാസം നീതിയായി കണക്കിട്ടത് അഗ്രചർമ്മത്തിൽ വെച്ചാണ്. ആ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായ ആ ഹൃദയ പരിച്ഛേദനയ്ക്ക് അടയാളമായിട്ടാണ് അബ്രഹാമിന് പുറമേയുള്ള പരിച്ഛേദന അടയാളമായി കൊടുത്തത്, അല്ലെങ്കിൽ മുദ്രയായി കൊടുത്തതെന്ന് നമുക്ക് കാണാനാണ്. പക്ഷെ അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നാലും പിൽക്കാലത്ത് അത് വെറും ആചാരമായി മാറി. അത് പിൽക്കാലത്ത് വെറും ആചാരമായി മാത്രം, പുറമേ മാത്രം പരിച്ഛേദന ഏൽക്കുന്ന
അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം അവർ ഹൃദയം കൊണ്ട് പുറമേ യഹൂദന്മാർ എന്ന് എന്താ പറയുന്നത്, അവരെ പ്രശംസിച്ചിരുന്നു, അവർക്ക് പരിച്ഛേദനയുണ്ടെന്ന് പറഞ്ഞിരുന്നു, എങ്കിലും അകമേ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. നമുക്ക് പഴയ നിയമത്തിലുടനീളം അത് കാണുവാനായിട്ട് കഴിയും. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു പോകാം. ആവർത്തന പുസ്തകം 10-15-16 വാക്യങ്ങൾ. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളും വെച്ച് തെരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുശ്ശാഠ്യമുള്ളവരാകരുത്. അപ്പൊ ഹൃദയത്തിന്റെ പരിച്ഛേദന അവർക്ക് നടന്നിട്ടില്ല, പുറമേയുള്ള പരിച്ഛേദന മാത്രമേ ഉള്ളൂ. യിരെമ്യാവിന്റെ പുസ്തകം 4:4. യിരെമ്യാവ് 4:4. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. നമ്മള് കൊരിന്ത്യലേഖനത്തിൽ കാണുന്നുണ്ട്, നിങ്ങളുടെ ആ ഹൃദയത്തിൽ ഇപ്പം കഠിനപ്പെട്ട് കിടക്കുക, അത് മൂടുപടം ഇപ്പോഴും ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഹൃദയത്തിന്റെ പുറമേ അഗ്രചർമ്മം ഉണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ ആ പരിച്ഛേദന വന്നിട്ടില്ലായിരുന്നു. ഹൃദയത്തിന് മാനസാന്തരമില്ല, പുറമേ ഒരു അടയാളമായിട്ട് പരിച്ഛേദന മാത്രം, ആചാരം മാത്രമേ ഉള്ളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ. അപ്പം പുതിയ നിയമത്തിൽ നമുക്ക് അവിടെ യിരെമ്യാവ് 9 വായിക്കുന്നില്ല, 9:25 പറയുന്നു, അഗ്രചർമ്മത്തോടു കൂടിയ പരിച്ഛേദനക്കാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം പുറമേ പരിച്ഛേദനയുണ്ട്, പക്ഷെ അകത്ത് പരിച്ഛേദന വന്നിട്ടില്ലായിരുന്നു. പുതിയ നിയമ പരിച്ഛേദന എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന അത് ക്രിസ്തു ചെയ്യുന്ന പരിച്ഛേദനയാണ്. കൊലോസ്യ 2:11. അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ജയിച്ചു. അപ്പൊ ക്രിസ്തുവിങ്കിൽ നിന്ന് ലഭിക്കുന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസം ലഭിക്കുന്നത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാണ്. അപ്പം പണ്ടത്തെ പരിച്ഛേദന എന്ന് പറയുന്ന യഹൂദന്മാർക്ക് ലഭിച്ചിരുന്ന പരിച്ഛേദന കൈകൊണ്ടുള്ള പരിച്ഛേദനയായിരുന്നത്. ഈ പരിച്ഛേദന നമ്മൾ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെയാണ് പറയുന്നത്. ന്യൂ ബർത്ത് എന്ന് റീജനറേഷൻ എന്ന് പറയുന്ന സ്നാനമല്ല. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം, അത് മസ്റ്റാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ അടയാളമായിട്ടാണ് പരസ്യ പ്രഖ്യാപനമായി വിശ്വാസ സ്നാനം ഏൽക്കുന്നത്. അപ്പൊ ക്രിസ്തുവിനോട് ചേരുക എന്നാണ് നമ്മൾ പറയുന്നതല്ലേ. അപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ അടയാളമാണ് ആ സ്നാനം എന്നുള്ളത്, അല്ലേ. ആ ഹൃദയത്തിന് ആദ്യം പരിച്ഛേദന വരണം. അതാണ് ആ പുതിയ നിയമ പരിച്ഛേദന എന്ന് പറഞ്ഞ നമ്മുടെ ഹൃദയത്തിന് മാനസാന്തരം വരണം. നമ്മുടെ ജഡശരീരം മുഴുവൻ നമ്മൾ ഉരിഞ്ഞ് കളയണം. അപ്പം ഇവിടെ പറയുക ജഡത്തെ ഉരിഞ്ഞു കളയുക. ഇവിടെ കൊലോസ്യ ലേഖനം 2:11 പറയുന്നത്, പഴയ പാപ സ്വഭാവത്തെ നാം മരിപ്പിക്കുക, എൻ്റെ സ്വയത്തെ അല്ലെങ്കിൽ ഞാൻ എന്ന എൻ്റെ ആ ഒരു അഗ്രചർമ്മം ഞാനങ്ങ് മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്വയത്തെ ഞാൻ മുറിച്ചു കളയണം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ ക്രൂശിക്കുന്ന അവസ്ഥയിൽ ആയിത്തീരണം. വിശ്വാസികൾ എന്ന് പറയുന്നവരും വിശ്വാസം എന്ന പേര് മാത്രമേ ഉള്ളൂ, ജഡത്തിന്റെ ആ അവസ്ഥയിലേക്ക് ജീവിക്കുന്നതിനെക്കുള്ളൂ. നമ്മള് തീത്തോസിന്റെ ലേഖനത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അറിയുന്നുവെങ്കിൽ പറയുന്നു, ആ സ്വഭാവം വെളിപ്പെടുത്തുക. അറിയുന്നുവെന്ന് പറയുന്നുണ്ട്, പക്ഷെ പ്രവൃത്തികളാൽ അവനെ അറിയുന്നില്ല. ജസ്റ്റ് ആ ഒരു ഔട്ടർ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിനൊരു പരിച്ഛേദനയും വന്നിട്ടില്ല. ജഡത്തെ ഉരിഞ്ഞു കളയുക. പുതിയ നിയമ പരിച്ഛേദനയും പഴയ നിയമ പരിച്ഛേദനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പം പഴയ നിയമ പരിച്ഛേദന എന്ന് പറയുന്നത് ശാരീരികമായ ഒരടയാളം മാത്രമാണ്, അല്ലെങ്കിൽ ആ തൊലി മുറിച്ചു കളയുക എന്നത് മാത്രമാണ്. പുതിയ നിയമ പരിച്ഛേദന ആത്മീകമാണ്, അത് ഹൃദയം മുറിക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്ന് പറയും. പഴയ നിയമ പരിച്ഛേദന മനുഷ്യർ ചെയ്യുന്നതാണ്, പുതിയ നിയമ പരിച്ഛേദന ആര് ചെയ്യുന്നതാണ്? ക്രിസ്തു ചെയ്യുന്നതാണ്. പഴയ നിയമ പരിച്ഛേദന ഇസ്രയേലിന് മാത്രം, പുതിയ നിയമ പരിച്ഛേദന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്.
ആം, പഴയ നിയമ പരിച്ഛേദന എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഉടമ്പടിയിലേക്കുള്ള പ്രവേശനമായിരുന്നു. പുതിയ നിയമ പരിച്ഛേദന ക്രിസ്തുവിനുള്ള പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതാണ് പുതിയ നിയമ പരിച്ഛേദന. നമ്മുടെ ഹൃദയം പരിച്ഛേദന ചെയ്യുക എന്നുള്ളത്. പഴയ നിയമത്തിലത് ഒരു പുറമേയുള്ള ആചാരമായിരുന്നു, അകത്ത് മാനസാന്തരമില്ലായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പുറമേ മാനസാന്തരം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ 3:3 ഇവിടെ യഥാർത്ഥ പരിച്ഛേദനയുടെ 3 അടയാളങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്നവരും ആണ്, അല്ലെ? യഥാർത്ഥ പരിച്ഛേദനക്കാർ റോമാലേഖനം 2:29 പറയുന്നുണ്ട്, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിന്റെ പരിച്ഛേദനയത്രേ, ആത്മാവുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന എന്ന് പറയുന്നുണ്ട്. ആത്മാവുള്ള ഹൃദയ പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ കൂട്ടരെയൊക്കെ പറയുന്നത് ആരാണ് യഥാർത്ഥ പരിച്ഛേദനയൊക്കെ ഇവിടെ പറയുന്നത്? 3 കൂട്ടരാണ് പറയുന്നത്. 3 കൂട്ടരല്ല, 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒരേ കൂട്ടർ തന്നെയാണ്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കുന്നവർ, വർഷിപ്പ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ബാഹ്യമായ കർമ്മങ്ങളോ സ്ഥലമോ നിയമങ്ങൾക്കോ അല്ല അവിടെ പ്രസക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹൃദയത്തിൽ നിന്നുള്ളൊരു ആരാധനയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കുന്നവർ. യോഹന്നാൻ സുവിശേഷം 2:24 യേശു ശമരിയ സ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും ആരാധിക്കേണ്ട, ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ ആരാധിക്കുക, സത്യദൈവത്തെ ആരാധിക്കുക. അകത്തു നിന്നുള്ള വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും നന്ദിയുടെയും ഒക്കെയുള്ള പ്രതിഫലനമായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. അത് സ്ഥലപരിമിതമല്ല, സമയബന്ധിതമല്ല. ജീവിതം മുഴുവനായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്ന ആരാധന. ഞായറാഴ്ച മാത്രമുള്ള 2 മണിക്കൂറത്തെ ആരാധനയല്ല ആരാധന. ഞായറാഴ്ച കഴിഞ്ഞാലും തിങ്കളാഴ്ച മുതലാണ് നമ്മുടെ യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത്. റോമാലേഖനം 12:1 പറയുന്നുണ്ട്, ശരീരത്തിലും ജീവനും അല്ലെ, ജീവനുള്ള ആരാധനയായി നാം സമർപ്പിക്കുക. ശരീരവും മനസ്സും ഒരുപോലെ രൂപാന്തരപ്പെടുത്തി, അങ്ങനെയല്ലേ പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഗത മിന്നാൻ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, അല്ലെ? ആ മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരം അത് ശരീരത്തിലും കാണണം. അപ്പൊ ഹൃദയത്തിലും ശരീരത്തിലും പരിച്ഛേദന വേണം. അപ്പം മനസ്സും ഹൃദയവും പുതുക്കിയുള്ള ആരാധന, അതിനാണ് ബുദ്ധിയുള്ള ആരാധന. പൗലോസ് അപ്പോസ്തലനെ സംഭവിച്ച് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൂടുതൽ സമയം തടവിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നല്ലേ. ആലയത്തിൽ പോയി അധികമൊന്നും ആരാധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതാണ് ആരാധന. ഹൃദയത്തെ ജീവിതത്തെ മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു നന്ദി സൂചകം ആയിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ആരാധന, ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കാൻ, ആത്മാവിൽ ആരാധിക്കുന്നവർ. രണ്ടാമത് ഇവിടെ പറയുന്നത് ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്ന, ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. യഥാർത്ഥ പരിച്ഛേദനക്കാരെന്ന് പറയുന്നത് ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിക്കുന്നവരാണ്. വ്യക്തിപരമായ പശ്ചാത്തലങ്ങളിലോ സ്വന്തം നേട്ടങ്ങളിലോ സാംസ്കാരികമായ പശ്ചാത്തലത്തിലോ ഒന്നും അഹങ്കരിക്കാത്തവർ, അഭിമാനവും പ്രശംസയും മുഴുവൻ കർത്താവിൽ സമർപ്പിച്ചവർ. പൗലോസ് പറയുന്നു, ഈ ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് മറ്റൊന്നിലും പ്രശംസിപ്പാൻ കാരണമില്ല. നമുക്കും അങ്ങനെ തന്നെ പറയുവാൻ കഴിയത്തുള്ളൂ. വിശ്വാസത്താൽ ദൈവകൃപയാൽ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട പാപികളാണ് നാം ഓരോരുത്തരും. നമ്മെ ദൈവം രക്ഷിച്ചത് എവിടെ നിന്നാ? നാം ബലഹീനരും പാപികളുമായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവത്തോട് ഒരു സമാധാനവും ഇല്ലാതിരുന്ന നമ്മളെ. എഫേസ്യർ ലേഖനം 2 പറയുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ദൈവം വീണ്ടെടുത്തു. നമുക്കൊന്നിനും അർഹതയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ക്രൂശിൽ. ക്രിസ്തുവിൽ
മാത്രമേ പ്രശംസിപ്പാനുള്ള. എഫെസ് ലേഖനം മുഴുവൻ പറയുന്നത് ക്രിസ്തുവിൽ എന്നുള്ള അല്ലേ, ക്രിസ്തുവിലാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളത്. ക്രിസ്തുവിൽ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായി തീർന്നത്. നമ്മളുടെ ഒരു പ്രശംസ കൊണ്ടോ നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ ഒന്നുമില്ല. പണം കൊടുത്തോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ ഒന്നും സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല രക്ഷ എന്നുള്ളത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അതുകൊണ്ട് ഒന്നിലും പ്രശംസിക്കാനില്ല. പ്രശംസിക്കണമെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക. അപ്പം ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ. അപ്പം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ, നോ കോൺഫിഡൻസ് ഇൻ ഫ്ലഷ്, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. തങ്ങളുടെ പ്രയത്നം കൊണ്ട് രക്ഷിക്കപ്പെട്ടെന്നോ സ്വയശക്തി കൊണ്ട് വിശ്വാസജീവിതം തുടരാമെന്നോ അവർ ചിന്തിക്കുന്നില്ല. സകലത്തിലും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഓരോ നാളും ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ക്രിസ്തുവേശുവിനുള്ള ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പൗലോസിന്റെ ജീവിതത്തിലും കാണുവാനായിട്ട് കഴിയുന്ന, പൗലോസ് മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് വെച്ചാൽ എനിക്ക് അധികമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാലത്ത് പൗലോസ് അതിലെല്ലാം ആശ്രയിച്ചിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ കണ്ടത് മൂലം അതിൽ നിന്നെല്ലാം വിട്ടുമാറി ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിപ്പാൻ തൻ്റെ പാപത്തെക്കുറിച്ചും മനസ്സിലായപ്പോഴാണ് പൗലോസിന് അങ്ങനെ മാനസാന്തരം വന്ന്. അതുകൊണ്ടാണ് തനിക്ക് നമ്മളെക്കാൾ എല്ലാവരും, ആരെക്കാളും ജഡത്തിൽ പ്രശംസിപ്പാൻ ഉണ്ടായിരുന്ന പൗലോസിന് മാത്രമായിരുന്നു. പക്ഷെ അതെല്ലാം ക്രിസ്തു നിമിത്തം ചവറന്ന് എണ്ണിയായിട്ടിരിക്കുന്നത്. അപ്പം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കും പൗലോസ്. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു നമ്മൾ. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുക, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക. നമ്മുടെ സ്വയത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഒന്നുമല്ല പ്രശംസിക്കേണ്ട, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക. ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കപ്പെടണം. റോമാലേഖനം 12:1 പറഞ്ഞതുപോലെ നമ്മുടെ ശരീരവും മനസ്സും പുതുക്കി രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് പുതിയ നിയമ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞ പൗലോസ് പറയുന്നത്. നിങ്ങളാരും അവരാരും നായ്ക്കളെ സൂക്ഷിപ്പിനാകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അവര് പരിച്ഛേദനക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരാരുമല്ല പരിച്ഛേദനക്കാർ, നാമല്ലോ യഥാർത്ഥ പരിച്ഛേദനക്കാർ. 4-ാമത്തെ വാക്യം, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. യഹൂദ ദുരുപദേഷ്ടാക്കന്മാർ അവരിൽ തന്നെയും അവരുടെ ആ മതത്തിന്റെ ഉപദേഷ്ടങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ വിശ്വസിച്ചു. പൗലോസ് പറയണ, എനിക്ക് അതിലൊന്നും ആശ്രയിക്കാനായിട്ട് ഒക്കത്തില്ല. ഞാൻ അതിൽ ആശ്രയിക്കുന്നില്ല. ഞാൻ അതെല്ലാം ഒരു കാലത്ത് എനിക്ക് വലിയതായിരുന്നു, എനിക്ക് മഹത്തായിരുന്നു, ഒക്കെ ഞാനിപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ്. താൻ തൻ്റെ ജീവിതത്തോട് പുറകോട്ട് നോക്കിയായിട്ടാണ് അങ്ങനെ പറയുന്നത്. താൻ 5-ലും 6-ലും ഒക്കെ പറയുന്നത്, തൻ്റെ പദവികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് നമുക്കറിയാമല്ലോ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിതൻ, എങ്കിലും എല്ലാം ക്രിസ്തു നിമിത്തം ഞാനെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എനിക്ക് ഒന്നിലും പ്രശംസിപ്പാൻ കഴിയുകയില്ല. നമ്മൾ റോമാലേഖനത്തിൽ അബ്രഹാമിന്റെ ചരിത്രത്തിലും കാണുന്നുണ്ട്. അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? പ്രവൃത്തിയാലെങ്കിൽ അത് വിശ്വാസത്താൽ അല്ല, അല്ലേ? അവിടെ പറയുന്ന 4:2, റോമാലേഖനം 4:2, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. അവന് ജഡത്തിൽ പ്രശംസിക്കാൻ സംഗതിയുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ അവന് പ്രശംസിപ്പാൻ ഒരു കാര്യവുമില്ല. ഹൃദയത്തിന്റെ പരിച്ഛേദനയാലാണ്, മാനസാന്തരത്താണ്, സകലവും ദൈവത്തിലുള്ള ആശ്രയത്താണ് ലഭിക്കുന്നത്. നമുക്ക് ജഡത്തിൽ ഒരിക്കലും പ്രശംസിപ്പാനും പ്രവൃത്തികൾ ഒരിക്കലും പ്രശംസിപ്പാനും കഴിയില്ല. ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിക്കേണ്ടവരാണ് നാം എല്ലാവരും. 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. പൗലോസിന് തൻ്റെ എന്താ പറയുന്ന പഴയ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ പറയുകയാണ്. നമുക്ക് ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നോക്കുമ്പം പൗലോസിന്റെ ആ മുമ്പത്തെ ജീവിതം, ഇപ്പോഴത്തെ ജീവിതം, ഇനി എന്തിനാണ് താൻ നോക്കി കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. പുറമേയുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നത് 3 മുതൽ 7 മുതലുള്ള വാക്യങ്ങളിലെല്ലാം പറയുന്നത് താൻ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ക്രിസ്തുവിലാകുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു. അപ്പൊ ക്രിസ്തു
ഉള്ളപ്പോൾ ഇനി നമുക്കൊരു പ്രത്യാശയുണ്ട്. അതാണ് അവസാന വാക്യങ്ങളിൽ പറയുന്നത്. നമ്മുടെ ജീവിതവും അത് തന്നെയായിരിക്കണം. നമ്മുടെ മാനസാന്തരത്തിന് മുമ്പെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പൗലോസ് ഈ കാര്യങ്ങളാണ്, നമുക്കും വേറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. ഇപ്പം നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മൾ മുമ്പോട്ട് എന്തിനു വേണ്ടി നാം പ്രത്യാശിക്കുന്നു? നമ്മൾ പൗലോസിന്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ. 3:5 8 നാളിൽ പരിച്ഛേദനയേറ്റവൻ. പൗലോസ് നാലാം വാക്യം 4 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞ് തനിക്ക് സ്വാഭാവികമായും ജഡത്തിലും പ്രശംസിപ്പാൻ സാധ്യതയുണ്ട്. ഇവിടെ 7 സംഗതികളെ കുറിച്ചാണ് പറയുന്നത്. തനിക്ക് പ്രശംസിപ്പാൻ സംഗതിയുള്ള 7 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം 8 നാളിൽ പരിച്ഛേദന ഏറ്റവൻ. അപ്പം ആദ്യത്തെ 4 കാര്യങ്ങൾ താൻ യഹൂദനാകിയാൽ തനിക്ക് ജന്മം കൊണ്ട് നേടിയതാണ്. മറ്റു 3 കാര്യങ്ങൾ താൻ നേടിയെടുത്തതാണ്. അപ്പൊ 8 നാൾ യഹൂദനായതുകൊണ്ട് 8 നാളിൽ പരിച്ഛേദന ഏറ്റു. ഇസ്രായേൽ ജാതിക്കാരനായി, ബെന്യാമിൻ ഗോത്രക്കാരനായി, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. അത് ജന്മം കൊണ്ട് താൻ നേടിയെടുത്തതാണ്. അടുത്ത 3 കാര്യങ്ങൾ താൻ നേടിയതാണ്. കാരണം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അത് ന്യായപ്രമാണം പഠിച്ചത് കൊണ്ട് തനിക്ക് ലഭിച്ചാണ്. ശുഷ്കാനെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത് അത് താനും നേടിയതാണ്. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് താൻ അത് പ്രമാണിച്ചത് കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനാണ്. ആദ്യത്തെ 4 കാര്യങ്ങൾ തൻ്റെ ജന്മം കൊണ്ട് കിട്ടിയതും അടുത്ത 4 കാര്യങ്ങൾ തൻ്റെ പരിശ്രമം മൂലം താൻ നേടിയെടുത്തതും ആണ്. ന്യായപ്രമാണത്തിന്റെ അനുസരിച്ചിട്ട് 8 നാളിൽ പരിച്ഛേദന എല്ലാ കുഞ്ഞുങ്ങളും 8 നാളിൽ പരിച്ഛേദന ഏൽക്കണം എന്നുള്ളത് അബ്രഹാമിന് കൊടുത്ത ദൈവത്തിന്റെ ഉടമ്പടി ആയിരുന്നു. പുറമേയുള്ള അടയാളം മാത്രമായിട്ട് അവർ ഇപ്പോൾ കരുതിയിരുന്നത് എങ്കിലും പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അബ്രഹാമിന് ആ ഹൃദയത്തിലുള്ള ആ ഉടമ്പടിയുടെ, ദൈവവുമായുള്ള ഉടമ്പടിയുടെ ഒരു ഔട്ട്വേർഡ് സൈനായിട്ടായിരുന്നു പരിച്ഛേദന അവർക്ക് കൊടുത്തിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ വായിച്ചു വിടാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ. തലമുറ തലമുറയായി ദൈവം കൊടുത്ത പ്രമാണമായിരുന്നു. തലമുറ തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തം നിത്യ നിയമമായി പാലിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോകും. അപ്പം താൻ 8 നാളിൽ പരിച്ഛേദന ഏറ്റു. രണ്ടാമത് ഇവിടെ പറയുന്നത് ഇസ്രായേൽ ജാതിക്കാരൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അന്യജാതിക്കാരനല്ല, മിക്സഡ് ജൂ ഒന്നും അല്ല, ശമര്യക്കാരെ പോലെ മിക്സഡ് ജൂ ഒന്നും അല്ല. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരുടെ പിതൃ പരമ്പരയായിരുന്നു താനെന്ന് പറയുന്നുണ്ട്. നമ്മൾ റോമാലേഖനം 3:1-2 കാണുന്നു. എന്നാൽ യഹൂദനെന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകലത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചത് തന്നെ. ദൈവത്തിൽ നിന്ന് നേരിട്ട് കൽപ്പന ലഭിച്ചവരാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം ലഭിച്ചാണ്. പൗലോസ് പറയാ, ഇസ്രായേൽ ജാതിക്കാരനാണ് ഞാൻ സങ്കരനായ യഹൂദനൊന്നും അല്ല, എനിക്ക് അതിലും പ്രശംസിപ്പാനുണ്ട്. മൂന്നാമത് ഇവിടെ പറയുന്നു ബെന്യാമിൻ ഗോത്രക്കാരൻ, ഫ്രം ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ. നമ്മൾ 1 ശമൂവേൽ 9 വായിക്കുന്നില്ല, 1-2 കാണുന്നുണ്ട്. ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. സോറി, ബെന്യാമിൻ ഗോത്രക്കാരൻ ശൗലായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ രാജാവ്. അത് നമ്മൾക്ക് 1 ശമൂവേൽ 9:1-2 കാണുന്നത്. അപ്പൊ ആ ശൗൽ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. ആ ആദ്യത്തെ ഇസ്രയേലിന്റെ രാജാവ് ആയിരുന്ന ആ ഗോത്രത്തിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം തെക്കേ രാജ്യമായ യഹൂദയും ബെന്യാമിനും മാത്രമായിരുന്നു യഹൂദ എന്ന് പറയപ്പെടുന്ന. ബാക്കിയെല്ലാം ഇസ്രയേൽ ഗോത്രമായിട്ട് പോയപ്പോൾ യഹൂദയോട് ചേർന്ന് നിന്നവര് പ്രത്യേക ജനമായിരുന്നു. യെരുശലേം അവകാശമായി ലഭിച്ചത് ബെന്യാമിൻ ഗോത്രത്തിൽ. നമ്മൾ യോശുവയുടെ പുസ്തകമൊക്കെ കാണുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണുന്നത് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ബെന്യാമിൻ ഗോത്രത്തിനായിരുന്നു യെരുശലേം ലഭിച്ചത്.
12 ഗോത്രങ്ങൾ യഹൂദയോട് ചേർന്ന് നിന്നത് ബെന്യാമിൻ മാത്രമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ബെന്യാമിൻ ഗോത്രത്തിലെ താൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്ന് പൗലോസ് പറയുകയാണ്. അതും തനിക്കൊരു പദവിയായി ലഭിച്ചതായിരുന്നു. ഇനി നാലാമതായിട്ട് പറയുന്നത് എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. എബ്രായ മാതാപിതാക്കൾക്ക് ജനിച്ചവനായിരുന്നു. താനൊരു ഹെലനിസ്റ്റിക് ജൂ ഒന്നുമല്ല. താനെ ഗ്രീക്ക് സംസ്കാരത്തിൽ നമുക്ക് ഹെലനിസ്റ്റിക് ജൂ എന്ന് പറയാം. ഗ്രീക്ക് സംസ്കാരത്തിൽ ജീവിക്കുന്ന യഹൂദന്മാരെയാണ് ഹെലനിസ്റ്റിക് ജൂ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല. ഞാൻ എബ്രായ മാതാപിതാക്കളാൽ ജനിച്ചവനാണ്. എൻ്റെ ഭാഷയും എന്താ പറയുന്നത്, ഭാഷയും സംസ്കാരവും എല്ലാം എബ്രായനാണ്. എബ്രായ സംസ്കാരവും ഭാഷയും എല്ലാം കാത്തു സൂക്ഷിച്ച മാതാപിതാക്കളാൽ ജനിക്കുന്നവന് താനും അതുപോലെ തന്നെ ഭാഷയും സംസ്കാരവും എല്ലാം കാത്തു സൂക്ഷിച്ചവനും ആയിരുന്നു. പലരും മിക്സഡായി പോയ സമയത്ത് ഞങ്ങൾ അങ്ങനെയൊന്നും പോകാതെ ഞാനും എൻ്റെ കുടുംബവും അതിൽ തന്നെ നിലനിന്നു എന്ന് പറയുന്നു. എബ്രായൻ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് പൊരുന്ന ലേഖനത്തിലും അങ്ങനെ തന്നെ കാണുവാനായിട്ട് കഴിയും. ഇനി അഞ്ചാമത്തത്, അടുത്ത 3 താൻ തെരഞ്ഞെടുത്ത് നേടിയതാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശന്മാരെ നമുക്കറിയാം. നമുക്ക് പരീശന്മാരെ പരീശന്മാരെ കള്ളപ്രവാചകൻ എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലേ, കള്ളന്മാരെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പരീശന്മാരെ കുറിച്ച് നമുക്ക് വിലയൊന്നുമില്ല. പക്ഷെ പരീശന്മാരെന്ന് പറഞ്ഞാൽ യഹൂദ പരീശന്മാരെന്ന് നല്ലൊരു എന്താ പറഞ്ഞ എരിവുള്ള ഒരു കൂട്ടമായിരുന്നു പരീശന്മാർ എന്ന് പറഞ്ഞ അവര് ഈ യഹൂദന്മാരുടെ ഇടയിൽ നല്ലൊരു ജനമായിരുന്നു. അവരുടെ എന്താ പറയുന്നത് ന്യായപ്രമാണത്തിൽ കൂടുതലായി അവര് അത് കർക്കശമായി അതിൻ്റെ പ്രമാണങ്ങളൊക്കെ ആചരിക്കാനായിട്ട് അവര് ശപഥം ചെയ്തവരായിരുന്നു. അങ്ങനെയുള്ള അപ്പം മോശയുടെ ന്യായപ്രമാണത്തിനും പൂർവന്മാർ അനുഷ്ഠിച്ചു വന്ന മതപാരമ്പര്യങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തിരുന്നവരായിരുന്നു പരീശന്മാർ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട് ആ ന്യായപ്രമാണം സംബന്ധിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും ചിലരും പരീശന്മാരെ കണ്ടിട്ട് അവരിലേക്ക് പരീശന്മാരാകുവാൻ ആഗ്രഹിച്ചിരുന്നവർ ആയിരുന്നു. ന്യായപ്രമാണം മാത്രമല്ല, മതത്തിന്റെ പാരമ്പര്യത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചവരായിരുന്നു പരീശന്മാർ എന്ന് പറയുന്നത്. അപ്പം താൻ അത് കാര്യമായി അത് നമ്മൾ പറയുന്നത് റിലീജിയസ്ലി ആചരിച്ചു പോകുന്നൊക്കെ പറയുന്നത് പോലെ തന്നെ താനും അത് റിലീജിയസ് ആയിട്ട് അത് ആചരിച്ചു പോയിരുന്നവരായിരുന്നു. അപ്പം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായിരുന്നു. ന്യായപ്രമാണം എല്ലാം അതുപോലെ ആചരിക്കാനായിട്ട് താൻ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ആറാമത്തതായിട്ട് പറയുന്നത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ദൈവത്തെക്കുറിച്ച് വലിയ ദൈവത്തിനായി തീഷ്ണതയുള്ളവനായിരുന്നു അല്ലെ. താൻ അറിഞ്ഞതിൽ വിശ്വാസിക്കുകയും ആ വിശ്വാസത്തിന് വേണ്ടി പോരാടുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിനു വേണ്ടി ഏത് വിധേനയും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അവര് എന്താ പറയുന്നത് വേറൊരു കൂട്ടരാണ്. ജാതികളെ പോലെയാണ് അന്ന് ആ കാലത്ത് ക്രിസ്ത്യാനികളെ കരുതിയിരുന്നത്. അതുകൊണ്ട് അവരെ ഒരു യഹൂദൻ പോലും ക്രിസ്ത്യാനി ആയിത്തീരരുത് എന്ന് കർക്കശമായി ആഗ്രഹിച്ചിരിക്കുകയും അതിനുവേണ്ടി പുരോഹിതനിൽ നിന്ന് അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് യെരുശലേമിൽ മാത്രമല്ല പുറത്തുള്ള പട്ടണങ്ങളിലേക്ക് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ക്രിസ്തുവിനാൽ പൗലോസ് അപ്പോസ്തലൻ പിടിക്കപ്പെട്ടത്. അപ്പം കർക്കശമായിട്ടും ശുഷ്കാന്തി ദൈവത്തിന്റെ സഭയെ ഉപദ്രവിക്കാനായിട്ട് ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചവനായിരുന്നു. അപ്പൊ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഒരു യഹൂദൻ പോലും ക്രിസ്ത്യാനിയാകുവാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും യെരുശലേമിൽ മാത്രമല്ല, യഹൂദയിൽ മാത്രമല്ല, പുറത്തുള്ള പട്ടണങ്ങളിലും ചെന്ന് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക, തൻ്റെ നിശ്വാസമായിരുന്നു, തൻ്റെ ശ്വാസത്തിലും ക്രിസ്ത്യാനികളെ കൊല്ലുക എന്ന ഒരു ശപഥം എടുത്തിരുന്നവനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. മതത്തിനു വേണ്ടി കൊല്ലാനും ചാകുവാനും തയ്യാറായ മതഭ്രാന്ത് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരാളായിരുന്നു പൗലോസ്. ഇനി ഏഴാമത്തത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനീതിൻ.
അനിന്ദൻ, നിന്ദിക്കാൻ ഒരു വകയുമില്ലാത്തവൻ, ന്യായപ്രമാണ അക്ഷരം പ്രതി പാലിച്ചിരുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. പുറമേ നോക്കിയാൽ പൗലോസിനെ ആർക്കും കുറ്റം പറയുവാൻ കഴിയുമായിരുന്നില്ല. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായി ന്യായപ്രമാണം ആചരിച്ചൊന്നുമില്ല, ആർക്കും ആചരിക്കാൻ കഴിയുമായിരുന്നില്ല, കർത്താവിന് മാത്രമേ ഉള്ളൂ അല്ലേ. മനുഷ്യ തെറ്റ് പറ്റുന്നവരാണ്. പക്ഷെ തെറ്റു പറ്റിയാൽ ന്യായപ്രമാണത്തിൽ അതിന് പരിഹാര മാർഗങ്ങൾ ഉണ്ടായിരുന്നു. യാഗമൊക്കെ കഴിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചവനായിരുന്നു. ന്യായപ്രമാണത്തിൽ തനിക്ക് തെറ്റ് പറ്റിയാൽ പോലും അതിലെ യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് അത് നീതി, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദൻ. പുറമേ നോക്കിയ പൗലോസിനെ ആർക്കും നിന്ദിക്കാനായിട്ടോ ഒരു കുറ്റം പറയുവാനായിട്ടോ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നത്. ആ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും താനൊരു യഹൂദനായിരുന്നു. യഹൂദന്മാര് തങ്ങളെ തന്നെ വിശേഷിപ്പിച്ച എല്ലാ കാര്യങ്ങളും തനിക്കുണ്ട്. അതിനേക്കാൾ അധികമായി, അതിലും അധികമായി തനിക്ക് ജന്മനാ തനിക്ക് 4 കാര്യങ്ങളുണ്ട്. തൻ്റെ പരിശ്രമം കൊണ്ട് നേടിയെടുത്ത അധികം. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ജഡത്തിൽ, ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് വെച്ചാൽ എനിക്ക് അധികം എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഒരു യൂ-ടേൺ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അവിടെ ഒരു യൂ-ടേൺ ആണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തനിക്ക് ഇത്ര മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നതിലും തനിക്ക് പ്രശംസിക്കാൻ ഉണ്ടായിരുന്നു. എന്നിൽ തന്നെയും ക്രിസ്തുവിനെ നേടിയപ്പോൾ, ഞാൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ സകലതും ഛേദമെന്ന്, ചവറെന്ന്, ഡങ്കെന്ന് എണ്ണുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് നോക്കാം. നമുക്കും പ്രശംസിപ്പാൻ പലതും ഉണ്ടായിരുന്നു, നമുക്ക് മതം, ആചാരങ്ങൾ, നമ്മുടെ കുടുംബ മഹിമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വന്നു. ഇനി ഇപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തങ്ങളുടെ കുടുംബ മഹിമയോ പാരമ്പര്യങ്ങളോ മറ്റോ ഒക്കെയും പറയാൻ പറ്റുമോ നമുക്ക് ആർക്കേലും? അല്ലേ? പൗലോസ് ഇനി അതൊന്നും പറയുന്നില്ല, സകലവും ക്രിസ്തുവിനാണ്. അപ്പൊ ക്രിസ്തുവിൽ മാത്രമേ ആശ്രയിപ്പാൻ കഴിയുകയുള്ളൂ, ക്രിസ്തുവിൽ മാത്രമേ പ്രശംസിപ്പാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജഡത്തിലോ നമ്മുടെ മറ്റു കാര്യങ്ങളിലോ നമ്മുടെ കുടുംബ മഹിമകളിലോ നമ്മുടെ മതത്തിലോ ഒന്നിലും കഴിവിലോ നമുക്കൊന്നും പ്രശംസിപ്പാൻ കഴിയത്തില്ല. അപ്പം പൗലോസ് പറയുകയാണ് ഇവിടെ, നിങ്ങൾ സൂക്ഷിക്കുക, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ തടവറയിലായിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ സന്തോഷിക്കുക. ആ കാര്യം തന്നെ നിങ്ങൾക്ക് വീണ്ടും എഴുതുന്നതിൽ എനിക്ക് ഒരു മടുപ്പുമില്ല, നിങ്ങളോട് വീണ്ടും പറഞ്ഞ മടുപ്പുമില്ല. അത് നിങ്ങൾക്ക് ഉറപ്പാകുന്നു. അത് നിങ്ങൾക്കൊരു സുരക്ഷയാണ്. ആ സന്തോഷം എന്ന് പറയുന്ന, ക്രിസ്തുവിലെ സന്തോഷം എന്ന് പറയുന്ന ഹൃദയത്തിന്റെ കാവലായിട്ട്, ഒരു വേലിയായിട്ട് നിങ്ങളെ സൂക്ഷിക്കും. കാരണം ആൾക്കാർ വരുന്നുണ്ട്, നായ്ക്കൾ വരുന്നുണ്ട്, വിച്ഛേദനക്കാർ വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. അവര് നിങ്ങളെ ക്രിസ്തുവിങ്കിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. നമുക്കും എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മളും സൂക്ഷിക്കുക. പുറത്തെ മനുഷ്യരെ സൂക്ഷിക്കുക, നമ്മെ തന്നെ സൂക്ഷിക്കുക. അങ്ങനെയുള്ളതിലൊന്നും അകപ്പെട്ടു പോകാതെ, വല്ലപ്പോഴും തെറ്റിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ നമുക്കും ഏറെ ആവശ്യമായിരിക്കുന്നു. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും, ചില പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് നല്ലതാണെന്നൊക്കെ തോന്നും. പക്ഷേ പതിയെ 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 നമ്മൾ അത് കേൾക്കുമ്പോൾ പിന്നെ നമ്മളെ അതിലേക്ക് മാറ്റിക്കൊണ്ട് പോകുന്ന കർണരസമാകുള്ള പ്രസംഗങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതിലൊന്നും പോകരുത്. ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിന്റെ സത്യവചനം പഠിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടവരായി തീരുക. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല, വിവേചനം വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ക്രിസ്തുവിന്റെ കൃപയിൽ വളരുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.